ഹലോ അസ്സലാമു അലൈക്കും. എവിടെ എല്ലാവരും പോരിട്ടാ. നമ്മളിപ്പോൾ ഇതാ എല്ലാവരും പോയി വന്നൊക്കെ നോക്കുമ്പോൾ പൂവൊക്കെ പൂത്ത് വന്നേക്കണം കേട്ടാ. പിന്നെ മാന് തിന്ന് പോയതായിരുന്നു. പിന്നെ അങ്ങനെ ഞാനും പോയില്ലേ. അപ്പോൾ പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര വിഷമത്തിലായിരുന്നു അവിടെ പോയിട്ടൊക്കെ. എനിക്ക് കിട്ടാ ചെടിയൊക്കെ പോയോയെന്ന് വിചാരിച്ച്. പക്ഷേ വന്നപ്പോൾ വന്നിട്ട് എല്ലാം പൂത്ത് വന്നിട്ടുണ്ട്. നല്ല ഒരു സന്തോഷമായി മനസ്സിൽ കണ്ടപ്പോൾ തന്നെ. വന്നതും ഞാൻ ഇതിൻ്റെ ഉള്ളിലൊക്കെയാണ് നോക്കിയിരുന്നത്. അപ്പം എല്ലാം പൂത്ത് നിൽക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല കേട്ടാ. ഏതായാലും 2 പ്രാവശ്യം മാന് വന്ന് തിന്ന് പോയി. അപ്പോഴും വന്നു. അതുകൊണ്ട് ഭയങ്കര സന്തോഷം. ഇനി തിന്നാലും കുഴപ്പമൊന്നുമില്ല. വരുന്നുണ്ടല്ലോ. ആട് കടിച്ചാൽ പറയലേ ചെടി നശിച്ച് പോവും, വരില്ല എന്നൊക്കെ പറയും. ഇതാ ചീരൊക്കെ ഇതാ മൂത്ത് മരത്ത് പോയിട്ടാ. ഇലയൊക്കെ നല്ല പൂവിട്ട്. ഇതൊക്കെ കുറ്റിയായിക്ക് തിന്ന് പോയതായിരുന്നു. ചെടി മാത്രം അടിയിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ നല്ല പൂവിട്ട് നല്ല വിത്തിനായി. ഏതായാലും അതിലിതാ ഇത് വന്നിട്ട് പൂ വന്നു. അതിൽ ദീത്ത ഒരു കളറുണ്ടായിരുന്നു. അത് പറ്റ അടിയോടെ ഉണങ്ങിപ്പോയി അത്. പിന്നെ അതേമാതിരി മുന്തിരി റോസ് ഉണ്ടായിരുന്നു. അതൊക്കെ പൂത്ത് കഴിഞ്ഞു കേട്ടോ. പൂവിട്ട് കാണ്ടൊക്കെ കഴിഞ്ഞ് പോയി. എന്നാലും എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. മുന്തിരി റോസ് ഇതൊക്കെ വന്ന് പൂവിട്ട് കഴിഞ്ഞു. പിന്നെ ഓർക്കിഡിൻ്റെ ഇതും വന്ന് എല്ലാ ചെടികളും വന്നു കേട്ടോ. അപ്പോൾ നമ്മളെ ചെടി ഗാർഡനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത്, അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും പൂക്കളും ചെടികളും ഇഷ്ടപ്പെടാതിരിക്കില്ല. മഞ്ഞ റോസും വന്നിട്ട് അതിലൊരു മുട്ട് വന്ന് വിരിയാനായിട്ടുണ്ട്. ഇങ്ങനെ ഓന് കാലിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ നടക്കണേ. ഞാനിവിടെ ഏതായാലും പെൺപൂച്ചാളുണ്ടായ കാരണം എടി പോടിയെന്ന് പറഞ്ഞ് പൈനി അങ്ങനെ വിളിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ വെള്ള റോസൊക്കെ ഒക്കെ ഉണങ്ങിപ്പോയി തുടങ്ങിയിട്ടാ. പൂവൊക്കെ ഉണ്ടായി പൂത്ത് നിന്ന് ഒക്കെ വാടി ഉണങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് ഫുള്ളും കട്ട് ചെയ്ത് കളയണം. അല്ലെങ്കിൽ പിന്നെ അതങ്ങനെ പെരൻ്റെ മേലൊക്കെ അങ്ങോട്ട് കയറി പോവും. അതങ്ങോട്ട് അങ്ങനെ ഇത് പന്നീർ റോസ് കേട്ടോ. നല്ല മണമാണ് ഇതിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ തന്നെ. ഗാർഡനും ചെടികളും ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഇഷ്ടം തന്നെ ഇക്കാരം. അല്ലാത്തവർക്ക് ഇപ്പോൾ അത് എന്താണെന്നുള്ളത് ഇക്കാരം തോന്നുള്ളൂ. പക്ഷെ നമുക്ക് ഒരു ചെടി വെച്ച് വിട്ടാലും കൂടിയിട്ട് നമുക്ക് ആ ഒരു ചെടി വളരുന്നുണ്ടോ, പൂവിട്ടേക്കണ യൂക്കോർബി ഒക്കെ പൂവിട്ടേക്കണ. പക്ഷെ ഒക്കെ അങ്ങോട്ട് ചാഞ്ഞ് വീണേക്കണ്. മഴ പെയ്തിന്ന് പറഞ്ഞാൽ അപ്പോൾ ഒക്കെ കൂടെ ആയിട്ട് ചാഞ്ഞേക്കണുണ്ട്. ഇനി അതൊക്കെ ഒന്ന് നല്ലപോലെ ഷേപ്പാക്കി കെട്ടി കൊടുക്കണം. അപ്പം അങ്ങനെ നമ്മളെ ചെടികളും ചീരാളും ഒക്കെ വന്ന് പൂത്ത് നിൽക്കുന്നുണ്ട്. അതൊക്കെ എന്നിട്ട് ഇപ്പോൾ വിത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചു. ഇനിയിപ്പോൾ അതൊന്നും ചീര ഒന്നിനും ചീര എടുക്കാൻ നമുക്ക്. പക്ഷെ അതൊരു കട്ടിപ്പ് ഇക്കാരം. പൂ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ചീരക്ക് ഒരു കട്ടിപ്പ് വരും ഇങ്ങനെ. അപ്പോൾ ഒരു കഴിക്കണ പോലെ ഇക്കാരം ഉണ്ടാകുക. അപ്പോൾ അങ്ങനെ എടുക്കലില്ല. പിന്നെ അടിയിൽ മൊത്തം നൊട്ടങ്ങയാണ്. ചീരൻ്റെ ഉള്ളിൽ തന്നെയാണ് നൊട്ടങ്ങ അതൊക്കെ വരും കേട്ടോ. പിന്നെ നമ്മളെ മാന് തിന്ന് പോയ റോസാണത് കേട്ടോ. ചീരയും തിന്നിന്നു റോസും ഒക്കെ തിന്ന് പോയിന്ന്. എന്തായാലും ഒക്കെ നല്ല പൂത്ത് കുലുങ്ങി നിൽക്കുന്നുണ്ട്. കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയി എനിക്ക് കേട്ടോ. ചീര അതുപോലെ അതും നല്ല പൊന്തി വന്ന് ചീരേൻ്റെ അടി മാത്രമേ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതും പൂവിട്ടേക്കണം. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയി ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ. ഇതും അതേമാതിരിയൊക്കെ നല്ല അടിയിലേക്ക് താന്ന് പോയിക്കണം കേട്ടോ. ഇതിൽ ഞാൻ ഇതിൻ്റെ ഇതളാണ് ഇങ്ങനെ വെച്ചിട്ടാണ്. ഇത് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു. ഇങ്ങനെ ഇതൾ വീണത് ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ മണ്ണിൽ വെച്ചാൽ ഇതിമെന്ന് ഇങ്ങനെ വരും. ഒരു ഇതളുമെന്നാണ് നമുക്ക് അത്രയും ഒരു ഒരു ഇതൾ വെച്ചാൽ തന്നെ അത്രയും നമുക്ക് ഒരു ചെടി കിട്ടും ചെയ്യും. അത് കണ്ടില്ല. ഇതിമെന്ന് ഓരോന്ന് എടുത്ത് വെച്ചാൽ അങ്ങനെയാണ് വരുള്ളൂ. ഇങ്ങനെയാണ് ഈ ചെടി ഉണ്ടാക്കുക. അപ്പോൾ ഗാർഡനും പൂക്കളും ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ലൈക്ക് അടിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.